ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൊണ്ടാണ്. ICT ഇൻ ദ ക്ലാസ് റൂം, പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, ടൂൾസ് ആൻഡ് റിസോഴ്സസ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഡിജിറ്റൽ ഇറയിൽ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. എപ്പോഴും ട്രഡീഷണൽ ക്ലാസ് റൂം ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കൊണ്ട് സാധിക്കും. എപ്പോഴും ലേണിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വൺ സൈഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര പാസീവായിട്ട് ലേൺ ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ICT ഉപയോഗിച്ചിട്ട് ഇൻറ്ററാക്റ്റീവായി കുട്ടികളെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് കുട്ടികളുടെ കൊളാബറേഷൻസ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ICT എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഏരിയാസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി, അവരെ ക്രിയാത്മകത നമുക്ക് എപ്പോഴും ഉണർത്താൻ പറ്റും. അതേപോലെ കൊളാബറേഷൻസ്, ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ്, സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള അവരെ ലേൺ ചെയ്യാൻ പഠിപ്പിക്കുക. അതേപോലെ അവരുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ കൊണ്ടുവരിക, അവരെ നന്നായി എൻഗേജ് ചെയ്ത് പഠിപ്പിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഉള്ളിൽ ഒരു ഡിജിറ്റൽ ലിറ്ററസി കൊണ്ടുവരാനൊക്കെ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ക്ലാസ് റൂമുകളിൽ ICT ടൂളുകൾ ഉപയോഗിക്കാമെന്ന് കാണാം. അപ്പം ഇതൊക്കെയാണ് അതിലെ എക്സാമ്പിൾസ്. അതായത് ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് യൂസ് ചെയ്യാം, സ്റ്റുഡൻറ് റെസ്പോൺസ് സിസ്റ്റംസ്, ടാബ്ലറ്റ്സ് ആൻഡ് ലാപ്ടോപ്സ് ക്ലാസ് റൂമിൽ കൊണ്ടുവരാം, എഡ്യൂക്കേഷണൽ ആപ്പുകൾ യൂസ് ചെയ്യാം, ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി ലേണിംഗ് യൂസ് ചെയ്യാം. നമുക്ക് ഡിജിറ്റൽ സ്റ്റോറിംഗ് ടെല്ലിംഗ് വഴി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടത്താം. അതേപോലെ തന്നെ ഗെയിമിഫിക്കേഷൻ, കൊളാബറേറ്റീവ് ലേണിംഗ്, വെർച്വൽ സയൻസ് ലാബ്സ്, അസസ്മെന്റ് ടൂൾസ്, കോഡിംഗ് ആൻഡ് റോബോട്ടിക്സ്, ക്ലാസ് റൂം മാനേജ്മെന്റ് ആൻഡ് ഓഡിയോ വിഷ്വൽ ലേണിംഗ്. അപ്പോൾ ഈ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് ആൻഡ് സ്മാർട്ട് ബോർഡ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ട്രഡീഷണൽ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് മോഡേൺ ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് മൾട്ടിമീഡിയ എൻറിച്ച്ഡ് ആയിട്ടുള്ള ലെസൺസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ബോർഡ്സും അതേപോലെ തന്നെ സ്മാർട്ട് ബോർഡ്സും. ഇവിടെ ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എഴുതാം, ഓരോ കാര്യങ്ങൾ കളേഴ്സ് വെച്ച് തന്നെ ഹൈലൈറ്റ് ചെയ്യാം, സ്റ്റുഡൻസ് ആയിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ പല വിധത്തിലുള്ള വീഡിയോസ്, ആനിമേഷൻസ്, ലൈവ് അനോട്ടേഷൻസ് ഒക്കെ ക്ലാസ് റൂമുകളിൽ കാണിക്കാം. ഇനി അടുത്തതാണ് സ്റ്റുഡൻസ് റെസ്പോൺസ് സിസ്റ്റം ഇൻ ദ ക്ലാസ് റൂം. അതായത് ഇപ്പം നമുക്ക് കുട്ടികളെ നന്നായി എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്ത് കുട്ടികളെ ആ കാര്യത്തെ, അതായത് കുട്ടികൾ ആ കാര്യം കുട്ടികൾക്ക് കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് ഒക്കെ നടത്താൻ വേണ്ടി ചില ടൂളുകൾ യൂസ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ക്വിസസ് ആയിട്ടും പോൾസ് ആയിട്ടും അല്ലെങ്കിൽ അവരെ ഫീഡ്ബാക്ക് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് കഹൂട്ട്, ക്ലിക്കേഴ്സ്, സോക്രറ്റി പോലെയുള്ള ആപ്പുകളൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുട്ടികളുടെ ഷൈ ലേണേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇതൊക്കെ മാറി അവർ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവും. ഇനി അടുത്തതാണ് ടാബ്ലറ്റ്സ് ആൻഡ് ലാപ്ടോപ്സ് ഫോർ ക്ലാസ് റൂം ലേണിംഗ്. ഇവിടെ ആവുമ്പോൾ നമുക്ക് ഈ ബുക്കുകൾ, ഇപ്പം ലാപ്ടോപ്പും ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ബുക്സിന് പകരം നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള റിസോഴ്സസ് ഒരുപാട് ആക്സസ് ചെയ്യാം. ബുക്സ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് പേപ്പർലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റിസർച്ചിനും അസൈൻമെന്റ്സിനും അതേപോലെ തന്നെ പ്രസന്റേഷൻസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ എക്സാമ്പിളാണ് ഐപാഡ് പോലെയുള്ള ഇത്. ഇനി അടുത്തതാണ് എഡ്യൂക്കേഷണൽ ആപ്സ് ഫോർ ക്ലാസ് റൂം ലേണിംഗ്. അതായത് ഇപ്പം നമുക്ക് ക്ലാസ് റൂം ലേണിംഗ് എൻറിച്ച്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ആപ്പുകൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് സ്റ്റുഡൻറ് എൻഗേജ്മെന്റ് കൂട്ടാനും അതേപോലെ തന്നെ ഓരോ സ്പെസിഫിക് ലേണിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മാത്സ് നോർമലി നമ്മൾ ബ്ലാക്ക് ബോർഡിൽ ചെയ്യുന്നതിനെക്കാട്ടും ജിയോജിബ്ര പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കുറച്ചും കൂടി മാത്സ് ഈസി ആയിട്ടും അതേപോലെ തന്നെ ഇന്ററാക്റ്റീവ് ആയിട്ടും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലും നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫെറ്റ് സിമുലേഷൻസ് പോലെയുള്ള ആപ്പുകൾ, നമുക്ക് ലാബ്സ്റ്റർ പോലെയുള്ള ആപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് റൂമിൽ കുറച്ചും കൂടി സയൻസ് എക്സ്പീരിമെന്റ്സിനൊക്കെ യൂസ് ചെയ്യാം. ഇൻ കേസ് ലാംഗ്വേജിനാണെന്നുണ്ടെങ്കിൽ ഡ്യൂലിംഗോ, ഗ്രാമർലി പോലെയുള്ള ആപ്പുകൾ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിലുള്ള കണ്ടന്റ്സ് കുറച്ചും കൂടി നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അടുത്തതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി ഇൻ ക്ലാസ് റൂംസ്. ഇപ്പം നമുക്കറിയാം, നമ്മളെപ്പോഴും ഓരോ കോൺസെപ്റ്റുകൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ തിയറട്ടിക്കൽ ആയിട്ടായിരിക്കും. പക്ഷെ അവർക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലേണിങ്ങിനെ നമുക്ക് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഓഗ്യുമെന്റഡ് റിയാലിറ്റി, അതേപോലെ VR ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും സയൻസിലെ ലെസൺസ് ആവട്ടെ, അല്ലെങ്കിൽ ഹിസ്റ്ററിയിലെ ജോഗ്രഫിയിലെ ലെസൺസ് ആയിക്കോട്ടെ, നമ്മൾ അതിൽ 3D മോഡൽസ് ഒക്കെ നമുക്ക് ക്ലാസ് റൂമിൽ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പോൾ ഫോറസ്റ്റിൽ ഏതെങ്കിലും ആനിമൽസിനെ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെല്ലിന്റെ ഡിസെക്ഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്ലാന്റ്സിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മോഡലുകളായിട്ട് നമുക്ക് ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ VR, വെർച്വൽ റിയാലിറ്റി. അപ്പൊ നമുക്ക് ഒരുപാട് ഫീൽഡ് ട്രിപ്സ് ഒക്കെ അവൈലബിൾസ് ആണ്. അപ്പൊ നമുക്ക് പല സ്ഥലത്തും പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് വെർച്വൽ ഫീൽഡ് ട്രിപ്പ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് പ്ലേസസ് ഒക്കെയാണ്, ഇപ്പൊ താജ്മഹൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലെസൺസിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പറ്റില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താജ്മഹലിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയയ്ക്ക് നമുക്ക് വെർച്വൽ ടൂർ കൊണ്ടുപോകാം വിത്ത് ഗൂഗിൾ ആപ്പ്, ദാറ്റ് ഈസ് ഗൂഗിൾ എക്സ്പെഡിഷൻസ് എന്ന് പറഞ്ഞിട്ട്. അടുത്തതാണ് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിംഗ് ഇൻ ക്ലാസ് റൂം. എങ്ങനെയാണ് കുട്ടികളെ കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ നോർമലി സ്റ്റോറീസും ഒക്കെ പറഞ്ഞു കൊടുക്കണേക്കാട്ടിലും ഇമ്പാക്റ്റ് നമുക്ക് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതായത് സ്റ്റുഡൻസ് സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ നമുക്ക് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ആസ് വെൽ ആസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂട്ടാൻ പറ്റും. അപ്പോൾ എക്സാമ്പിളുകൾ എന്തൊക്കെയാണ് വെച്ചാൽ ബുക്ക് ക്രിയേറ്റർ, അതേപോലെ അഡോബ് സ്പാർക്ക്, സ്റ്റോറി ബേർഡ്, ഇതൊക്കെയാണ് ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്ങിന് എക്സാമ്പിൾ ആയിട്ടുള്ള ആപ്പുകൾ. ഇനി അടുത്താണ് ഗെയിമിഫിക്കേഷൻ. അപ്പോൾ എപ്പോഴും നമുക്ക് ഗെയിം ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമുകളിലും ഇതേപോലെയുള്ള ലേണിംഗ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വളരെ എന്താ പറയുക, സന്തോഷത്തോടു കൂടി നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗെയിം ബേസ്ഡ് ലേണിംഗിൽ കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസും അതേപോലെ തന്നെ കൊളാബറേഷൻസും ഒക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ് മൈൻക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ എഡീഷൻ. അതായത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, കോഡിങ്, പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് ക്ലാസ് റൂം ക്വിസസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ക്വിസസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വെബ്സൈറ്റുകളായിട്ടും അവൈലബിൾ ആണ്. ഇനി അടുത്തതാണ് കൊളാബറേറ്റീവ് ലേണിംഗ് വിത്ത് ICT എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കൊളാബറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോഴും കുട്ടികൾ വർക്കിംഗ് ടുഗെദർ ആവുക, അതായത് അവർക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലാണ്ട് സോഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റും കൂടെ കൊടുക്കാൻ വേണ്ടി കൊളാബറേറ്റീവ് ലേണിംഗ് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ കുട്ടികൾ എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ കൊളാബറേറ്റീവ് ആ ഒരു സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ നമുക്ക് ഏതിലൂടെയൊക്കെ പറ്റും, വിത്ത് ICT എന്ന് പറയുന്നത്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ഡോക്സ് എങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗൂഗിൾ ഡോക്ക് ഉണ്ടാവും, അതിൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് അതിൽ കൊളാബറേറ്റ് ചെയ്തിട്ട് ലേൺ ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ പാഡ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഇതിലൂടെയൊക്കെ നമുക്ക് കൊളാബറേറ്റീവ് ലേണിംഗ് നടത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് ICT ഇൻ സയൻസ് എക്സ്പെരിമെന്റ്. അപ്പം നമുക്കറിയാം സയൻസ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് പല സ്കൂളുകളിൽ ലാബ് ആണെങ്കിലും അതേപോലെ എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിലും അവൈലബിൾ ആയിരിക്കില്ല. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഓരോ കുഞ്ഞു എക്സ്പെരിമെന്റ്സ് ഒക്കെ ലാബിൽ പോയിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ എന്താ പറയുക സമയം നഷ്ടം, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലും എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ സയൻസ് എക്സ്പെരിമെന്റ്സ് നമുക്ക് വെർച്വൽ ആയിട്ട് ക്ലാസ് റൂമിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് കൂട്ടുക മാത്രമല്ല, കുട്ടികളെ നോളജ് റിട്ടൻഷന് കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് വെർച്വൽ സിമുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സേഫ് ആണ്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ഔട്ട്പുട്ടൊക്കെ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ലാബിൻ്റെ ഒരു സെഷനും ആവശ്യമില്ല, പൈസ ചിലവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫെറ്റ് സിമുലേഷൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫെറ്റ് സിമുലേഷൻസ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലാബ്സ്റ്റർ എന്ന് പറയുന്നത് ബയോളജി ആൻഡ് കെമിസ്ട്രി വെർച്വൽ ലാബ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ലാബ്സ്റ്ററിൻ്റെ ഒരു ഇമേജ് ഒക്കെ കാണാൻ പറ്റും ഇവിടെ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ നമുക്ക് ഓരോ എക്സ്പെരിമെന്റ്സും കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ICT ഫോർ ക്ലാസ് റൂം അസസ്മെന്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുട്ടികളിലെ ലേണിംഗ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെന്റ്സ് കണ്ടക്ട് ചെയ്യാം. എങ്ങനെ? ത്രൂ ഗൂഗിൾ ഫോംസ്, എജു പസിൽസ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ നല്ലൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും കുട്ടികൾക്ക് വന്നിട്ട് എൻഗേജിങ് ആയിട്ടുള്ള അവരുടെ പ്രോഗ്രസ് അറിയാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ മാനുവൽ ഗ്രേഡിംഗ്, ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ് കുറയുകയും മാനുവൽ ഗ്രേഡിങ്ങിൻ്റെ ആ ഒരു
ഇത് വർക്ക് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത് വളരെ എന്താ പറയുക നല്ലൊരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ്. ഇനി അടുത്തതാണ് കോഡിംഗ് ആൻഡ് റോബോട്ടിക്സ്. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഇറ അല്ലെങ്കിൽ ഈ ഒരു 21st സെഞ്ച്വറി എന്ന് പറയുന്നത് ഇത് കോഡിങ്ങിനും റോബോട്ടിക്സിനും അതേപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അങ്ങനെ കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനൊക്കെ എന്ത് ചെയ്യുക ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ക്ലാസ് റൂം ലേണിങ്ങിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ കോഡിങ്ങും റോബോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ് പറയണത്. അപ്പം നമുക്ക് ഇതിലൂടെ ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഡിംഗ് ആൻഡ് റോബോട്ടിക്സ് പഠിക്കുന്നതിലൂടെ കുട്ടികളുടെ സ്റ്റെം ലേണിംഗ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് എന്താ വെച്ചാൽ സ്ക്രാച്ച്, ദാറ്റ് ഈസ് ബേസിക് കോഡിംഗ്, സ്റ്റുഡൻസിന് ബേസിക് ലെവലിലുള്ള കോഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്ക്രാച്ച്. പിന്നെ അതേപോലെ തന്നെ ലീഗോ മൈൻഡ് സ്റ്റോംസ് എന്ന് പറയുന്നത് കുട്ടികളെ ബേസിക് ലെവലിലുള്ള റോബോട്ടിക് പ്രോഗ്രാമിങ്സ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇനി നെക്സ്റ്റ് ഇനി അടുത്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് വിത്ത് ICT. എങ്ങനെയാണ് നമുക്ക് ക്ലാസ് റൂം ICT ഉപയോഗിച്ചിട്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാനും അവരെ എൻഗേജ് ചെയ്യാനൊക്കെ ടീച്ചേഴ്സിനെ ഒരുപാട് സഹായിക്കുന്ന ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൻ്റെ പേരാണ് ക്ലാസ് ഡോജോ, ലാൻഡ് സ്കൂൾ എന്നിവ. അപ്പോൾ ക്ലാസ് ഡോജോ എന്ന് പറയുന്നത് ബിഹേവിയറൽ ട്രാക്കിംഗ് ആണ്. ഓരോ സ്റ്റുഡൻസും എന്തൊക്കെയാണ് അവർ ഓൺലൈനിൽ ചെയ്യുന്നുണ്ടാവുക, അവരുടെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ടീച്ചേഴ്സിന് ട്രാക്ക് ചെയ്യാൻ പറ്റും, അവരുടെ ബിഹേവിയേഴ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും, അവരിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ലാൻഡ് സ്കൂൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ഡിവൈസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്ററും മാനേജ് ചെയ്യാനും പറ്റും. ഇനി അടുത്തതാണ് ഓഡിയോ വിഷ്വൽ ലേണിങ്ങിനെ എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഓഡിയോ വിഷ്വൽ ലേണിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു പണ്ടത്തെ പോലെ ചാർട്ടും അതേപോലെ തന്നെ മോഡൽസ് ഒക്കെ കാണിക്കുന്നതിന് പകരം കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് നമുക്ക് വീഡിയോസിലും ആനിമേഷൻസിലൂടെയും ഓഡിയോ ലെസൺസിലൂടെയൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ് കുട്ടികൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് അത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ഇപ്പം നമുക്ക് യൂട്യൂബ് എഡ്യൂക്കേഷൻ യൂസ് ചെയ്യാം, യൂട്യൂബിലെ വീഡിയോസ് കാണിച്ചു കൊടുക്കാം. അതേപോലെ ടെഡ് എഡ്യൂക്കേഷണൽ വീഡിയോസ് നമുക്ക് ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ എന്താ വെച്ചാൽ പോഡ്കാസ്റ്റുകൾ യൂസ് ചെയ്യാം. ലാംഗ്വേജ് ലേണിംഗ് ആണെങ്കിലും ഹിസ്റ്ററി ലേണിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് പോഡ്കാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഈ എന്തൊക്കെയാണ് ചാലഞ്ചസ് എന്ന് പറയുന്നത്? അപ്പോൾ ചാലഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ICT എന്ന് പറയുന്നത് ഈവൻ ദോ നമ്മൾ ഈ ഡിജിറ്റൽ ഇറയിലാണെങ്കിൽ പോലും പല സ്ഥലത്തും അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ പലർക്കും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ലാക്ക് ഓഫ് നോളജ്, അവർക്ക് അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ ടീച്ചേഴ്സിനും ആസ് വെൽ ആസ് സ്റ്റുഡൻസിനും ഉള്ള ആ ഒരു നോളജിന്റെ കുറവ്. ഇനി അടുത്തതാണ് കൾച്ചറൽ ചാലഞ്ച്. ചില നമുക്കറിയാം കുറേ കൾച്ചേഴ്സിലൊക്കെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം, ഫോൺ യൂസ് ചെയ്യുന്നതിനൊക്കെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻസഫിഷ്യൻറ്റ് ഫണ്ടുകൾ, നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഫണ്ടുകളുടെ ആ ഒരു ഇൻസഫിഷ്യൻസി കാരണം തന്നെ എല്ലാവരുടെയും ഈ ഒരു ഫെസിലിറ്റീസ് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്താണ് ലാക്ക് ഓഫ് ട്രെയിൻഡ് ടീച്ചേഴ്സ്. എല്ലാ ടീച്ചേഴ്സിനും ഈ ഒരു പ്ലാറ്റ്ഫോം ICT യൂസ് ചെയ്യാൻ അത്രയ്ക്കൊരു ഇതുണ്ടാവില്ല, ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതൊരു ചാലഞ്ചാണ്. പിന്നെ അടുത്തതാണ് പേസ് ഓഫ് ചേഞ്ച്. പലർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു ലൈക്ക് ട്രഡീഷണൽ ആയിട്ട് ബ്ലാക്ക് ബോർഡിൽ പഠിപ്പിച്ചവർക്ക് അല്ലെങ്കിൽ ലെക്ചർ മെത്തഡിലൂടെ പഠിപ്പിക്കുന്നവർക്കൊന്നും ഈ ഒരു ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ടൈം, സാധാരണ ഒരു ലെക്ചർ മെത്തേഡിനെക്കാട്ടിലും കുറച്ചും കൂടി ടൈം എടുക്കുന്നത് ഇതേപോലെയുള്ള ഏരിയാസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാം. ലാക്ക് ഓഫ് എക്യുപ്മെന്റ്സ്, അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ കുറവുണ്ടാവാം. അപ്പോൾ അടുത്തതാണ് ചേഞ്ചിങ് പ്രോസസ്സ്. അപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. ഇതൊക്കെയാണ് ICT ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതാണ് ടോട്ടലി നമ്മൾ ICT ടൂൾസ് ഏതൊക്കെയാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ ഒരു സമ്മറിയാണ്. നമുക്കറിയാം ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ് നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പുറത്ത് കൊടുക്കുന്നത്. അതേപോലെ സ്റ്റുഡൻസ് റെസ്പോൺസ് സിസ്റ്റം ആണെങ്കിൽ കഹൂട്ട്, സോക്രറ്റീവ്, ഫ്ലിക്കേഴ്സ്, മെൻറ്റിമീറ്റർ, ടാബ്ലറ്റ്സ് ആൻഡ് ലാപ്ടോപ്സ് ആണെങ്കിൽ ഐപാഡ് യൂസ് ചെയ്യാം, ക്രോം ബുക്സ് യൂസ് ചെയ്യാം, വിൻഡോസ് ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം. അടുത്തത് എഡ്യൂക്കേഷണൽ ആപ്പുകളാണെങ്കിൽ ജിയോജിബ്ര, ഡെസ്മോസ്, ഡുവോലിംഗോ, ഗ്രാമർലി. ആൻഡ് ദെൻ AR and VR ലേണിങ്ങിനാണെങ്കിൽ ഗൂഗിൾ എക്സ്പെഡിഷൻസ്, മെർജ് ക്യൂബ്, ക്ലാസ് VR അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്ങിൽ ബുക്ക് ക്രിയേറ്റർ, അഡോബ് സ്പാർക്ക്, സ്റ്റോറി ബേർഡ്. ആൻഡ് ഗെയിമിഫിക്കേഷൻ ടൂളിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ക്രാഫ്റ്റ് എഡ്യൂക്കേഷൻ, ക്വിസസ്, ക്ലാസ് ക്രാഫ്റ്റ്. കൊളാബറേറ്റീവ് ലേണിങ്ങിൽ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യാൻ പറ്റും, പാഡ്ലെറ്റ്സ്, മൈക്രോസോഫ്റ്റ് ടീംസ്. അതേപോലെ വെർച്വൽ സയൻസ് ലാബ് ആണെങ്കിൽ ഫെറ്റ് സിമുലേഷൻസ്, ലാബ്സ്റ്റേഴ്സ്. പിന്നെ ടിങ്കർ ക്രാഡ്,
അതേപോലെ അസസ്മെന്റ് ടൂൾ ആയിട്ട് ഗൂഗിൾ ഫോം, എജുപസിൽ, ക്വിസ്ലെറ്റ്. കോഡിംഗ് ആൻഡ് റോബോട്ടിക്സ് പഠിക്കാനാണെങ്കിൽ സ്ക്രാച്ച് ആൻഡ് ലിഗോ, മൈൻഡ് സ്റ്റോംസ്, ടിങ്കർ. ക്ലാസ് റൂം മാനേജ്മെന്റിലാണെങ്കിൽ ക്ലാസ് ഡോജോ, ലാൻഡ് സ്കൂൾ, ജിയോ ഗാർഡിയൻ, ഗോ ഗാർഡിയൻ. ആൻഡ് ദെൻ ഓഡിയോ വിഷ്വൽ ലേണിംഗ് ആണെങ്കിൽ യൂട്യൂബ് എഡ്യൂക്കേഷൻ, ടെഡ് ടോക്ക്, ടെഡെഡ് ആൻഡ് പോഡ്കാസ്റ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ബെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം, അതായത് നമുക്കറിയാം ICT നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസും അത് ഉപയോഗിച്ചാൽ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തു. ഇനി എങ്ങനെയാണ് നമ്മൾ ICT കറക്റ്റായിട്ട് ക്ലാസ് റൂമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അതായത് നമുക്ക് എപ്പോഴും ICT എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ടൂളായിട്ട് മാത്രമാണ് യൂസ് ചെയ്യുക. ഒരിക്കലും ഒരു ടീച്ചിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും ശരിയല്ല. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് അല്ലേ. അപ്പോൾ ആ ആർട്ടിനെ നമ്മൾ എങ്ങനെയാണ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യുന്നത്, ആ എൻഹാൻസ് ചെയ്യുന്നതിന് നമ്മൾ പുതിയതായിട്ടുള്ള ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ ഒരു ICTന് ചില നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യണതിൻ്റെ പകരം ചില റൂൾസുകളൊക്കെ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഈ കാര്യത്തിന് മാത്രമൊക്കെ ആയിരിക്കും ICT യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടീച്ചേഴ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും റെസ്പോൺസിബിളി ICT യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ? അപ്പോൾ ക്ലാസ് റൂം ലേണിംഗിന്റെ ഫ്യൂച്ചർ എന്താണ് വിത്ത് ICT? അപ്പോൾ നമുക്കറിയാം ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് AI-ന്റെ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് AI എംപവേർഡ് ആയിട്ടുള്ള ട്യൂട്ടറിങ്ങും അതേപോലെ തന്നെ കൂടുതൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ആൻഡ് വെർച്വൽ റിയാലിറ്റി അപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതൽ ക്ലാസ് റൂമുകളിൽ എമേർജ് ചെയ്യാനും, അതേപോലെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ത്രൂ ഡാറ്റ അനലിറ്റിക്സ്, ഓരോ കുട്ടികളുടെ ലേണിംഗും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെക്നോളജി യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യാനും അവരെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്തിട്ട് അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനൊക്കെ പറ്റും. ഇനി അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിരുന്ന ICT എങ്ങനെയൊക്കെ ക്ലാസ് റൂമിൽ കൊണ്ടുവരാമെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കി, അതിൻ്റെ ഫ്യൂച്ചറും നോക്കി. ഇനി നമുക്കറിയാം ICT എപ്പോഴും എന്താണ് നമുക്ക് നല്ലൊരു ക്ലാസ് റൂം ലേണിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേണിംഗ് എക്സ്പീരിയൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ടൂളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ICT എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക്ക്. ഇനി നമുക്ക് ഇനിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.